നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സർക്കാർ പിന്മാറുന്നു. വിവാദമായ മെത്രാൻ കായൽ നികത്തൽ ഉത്തരവ് പിൻവലിച്ചേക്കും. സർക്കാർ നടപടി പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കും. അനുമതി റദ്ദാക്കണമെന്ന് സർക്കാരിന് KPCC നിർദ്ദേശം. അതേസമയം കായൽ നികത്താൻ ആദ്യം അനുമതി നൽകിയത് LDF സർക്കാർ. പൊതുഭരണ വകുപ്പ് 2010-ൽ ഉത്തരവിറക്കിയത് VS സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി. കലാവല്ലഭന് യാത്രാമൊഴി. അന്തരിച്ച നടൻ കലാഭവൻ മണിക്ക് ജന്മനാടിന്റെ കണ്ണീർ പൂക്കൾ. തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലെത്തിച്ച ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മണികൂടാരത്തിൽ. നടനായും ഗായകനായും തിളങ്ങിയ കലാപ്രതിഭയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്നലെ രാത്രി 7:15 കൊച്ചി അമൃത ആശുപത്രിയിൽ. അകാലത്തിൽ പൊലിഞ്ഞ മഹാപ്രതിഭയെ ഒരു നോക്കു കാണാൻ തൃശൂരിലേക്കും ചാലക്കുടിയിലേക്കും ഒഴുകിയെത്തിയത് ജനസാഗരം. മരണം അസ്വാഭാവികമെന്ന മെഡിക്കൽ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ മരണകാരണം സംബന്ധിച്ച് വിശദാന്വേഷണം. മണിക്ക് ഗുരുതര കരൾ രോഗമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കരൾ തീർത്തും തകരാറിലായതായി കണ്ടെത്തൽ. ശരീരത്തിലെ മെഥനോൾ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ ആന്തരികാവയവങ്ങൾ കാക്കനാട്ടെ ലാബിൽ രാസപരിശോധനയ്ക്ക് അയച്ചു. തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. BJP സംസ്ഥാന ഘടകത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തി മുതിർന്ന നേതാവ് PP മുകുന്ദൻ. നേമത്തോ വട്ടിയൂർക്കാവിലോ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപനം. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ തനിക്കുമേൽ കടുത്ത സമ്മർദ്ദമെന്നും മുകുന്ദൻ. കുമ്മനം BJP സംസ്ഥാന അധ്യക്ഷനായതോടെ പാർട്ടിയിൽ തിരിച്ചുവരവ് ഉറപ്പാക്കിയ മുകുന്ദൻ ഇപ്പോഴും പുറത്തു നിൽക്കുന്നത് മുരളീധര പക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്ന്. നേമത്ത് രാജഗോപാലും വട്ടിയൂർക്കാവിൽ കുമ്മനവും മത്സരിക്കാനിരിക്കെ മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം BJPക്ക് തലവേദനയാകും. രാഷ്ട്രീയ വനവാസത്തിലായിരുന്ന PP മുകുന്ദന്റെയും പാർട്ടി വിട്ടുപോയ K രാമൻപിള്ളയുടെയും തിരിച്ചുവരവ് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കവേ പുതിയ പ്രഖ്യാപനത്തിൽ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. ചർച്ചയിലൂടെ സമവായം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകുന്നു. സമ്പൂർണ്ണ പട്ടിക ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കുമെന്ന് VM സുധീരൻ. പ്രാഥമിക പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപം നൽകും. ചർച്ചകൾ പൂർത്തിയായ ശേഷം ചൊവ്വാഴ്ചയോടെ AICCക്ക് കൈമാറുമെന്നും KPCC പ്രസിഡന്റ്. UDFിലെ ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ച വേഗത്തിൽ പൂർത്തിയാക്കും. തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം മുസ്ലിം ലീഗുമായി കൂടിയാലോചിച്ച് പരിഹരിക്കും. സീറ്റിനായി കോൺഗ്രസിൽ അവകാശവാദങ്ങൾ ഉയർന്നിട്ടില്ലെന്നും വിശദീകരണം. തീപിടിച്ച ജലയാനം. യമനിൽ കപ്പലിന് തീപിടിച്ച് 2 ഇന്ത്യക്കാർ മരിച്ചതായി റിപ്പോർട്ട്. അൽ സദാഹ് എന്ന ഇന്ധന ടാങ്കറിലുണ്ടായ അഗ്നിബാധയിൽ മരിച്ചത് മഹേഷ് കുമാർ രാജഗോപാൽ, ദീപു ലതിക മോഹൻ എന്നിവർ. പൊള്ളലേറ്റ 3 പേരെ ഒമാനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്റർ സന്ദേശത്തിൽ. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2685 രൂപ, പവൻ 21,480 രൂപ. വെള്ളി ഗ്രാമിന് 40.04 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.